ബീഫ് നിരോധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം വിടേണ്ടി വരും എന്ന് പറഞ്ഞ ഒരാളാണ്. അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ബീഫ്? മിക്കവാറും കഴിക്കും. അല്ല ഇപ്പൊ ഞാൻ കുറച്ച്, കാരണം ബീഫ് ബിഗ് ബോസ് പോയിട്ട് വന്നതിന് ശേഷം ബീഫ് കുറച്ച്, അല്ലെങ്കിൽ 3 നേരം ഞാൻ കഴിക്കും. വഴക്കിട്ടിട്ടുണ്ട് കടയിൽ ബീഫ് തരാഞ്ഞിട്ട്. ചോദിച്ചു ഞാനും എൻ്റെ പയ്യനും ഇവിടെ ഇരുന്നില്ല, അനീസ് എൻ്റെ മാനേജർ പയ്യൻ, ഇവനും ഞാനും കൂടി രാവിലെ ഷൂട്ടിന് പോകും കൊടുങ്ങും. ഇവിടുന്ന് 4 മണിയാൽ പോയി 6 മണിയൊക്കെ കൊടുങ്ങല്ലൂരെത്തി. അപ്പോൾ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചാൽ രാവിലെ ബ്രഷ് ചെയ്ത വിശക്കും, ബ്രഷ് ചെയ്തില്ല 12 മണി വരെ നടക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു ബീഫ് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും 6 മണിക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ സൈഡിൽ ചെന്നിട്ട് കടത് ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ബീഫുണ്ട്, നേരെ ഒന്ന് വെളുക്കട്ടറോന്നു. അതേ പിന്നെ അവൻ പോകൂല. പിന്നെ അത് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടു. കാരണം ബീഫ് ഞാനത് അങ്ങനെ വേറെ എനിക്കൊന്നും വേണ്ട, ചിക്കൻ വേണ്ട, മീൻ വേണ്ട, ഒന്നും വേണ്ട, പരിപ്പ് വേണം. ഈ ആളുകളെ സഹായിക്കാൻ പോകുമ്പോ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ ഒന്ന് റൂട്ട് ചെയ്ത് വിടാറുണ്ടോ? അതെ, ഇല്ല ആരെങ്ങനെ അഭിപ്രായം ഒന്നും പറയാറില്ല, ഇഷ്ടമുള്ള ചെയ്യട്ടെ എന്ന് വിചാരിച്ചു? അങ്ങനെയല്ല, എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റണമെന്നാണെങ്കിൽ ചെയ്യാനേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ ചോദിച്ചത് അമ്മയുടെ അടുത്ത് വന്ന ആൾക്കാർ പറയും, അമ്മ പറയും സാജുവിന്റെ കൊടുത്ത തുണി ചോദിച്ചാൽ ഒരു കൊടുത്തിട്ട് തുണിയിലാണ്ട് ഇങ്ങോട്ട് വരും എന്ന് പറയും. അതാണ് എന്റെ അമ്മ എപ്പോഴും പറയുന്നത്. അമ്മ എപ്പോഴും സാജുനോട് സാജു എന്താ ആറ്റിൽ കളഞ്ഞാലും അളന്നേ കളയാൻ പാടുള്ളൂ. അത് എന്റെ അമ്മ എപ്പോഴും പറയായിരുന്നു സ്വഭാവത്തിലേ. നടന്ന് വന്ന കാലം അറിയാം നമുക്ക്. അതേപോലെ പട്ടിണി ദാരിദ്ര്യമായിട്ട് വന്നതാണ്. പട്ടിണി തന്നെ നമ്മൾ ജനിച്ചപ്പോഴും അതൊക്കെ ഉള്ളതാണ്. പക്ഷേ അപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ട് 1 വർഷം ഞങ്ങൾ വീട്ടിൽ നിന്നുള്ളത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി ഇത്ര വർഷം. അപ്പോൾ ആ സമയത്തുള്ള അന്ന് പരിപാടി കളിച്ചാൽ കിട്ടുന്നത് 500-300 രൂപയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ അമ്മക്കറിയാം കറക്റ്റ്. അപ്പം അതുകൊണ്ട് അമ്മ അങ്ങനെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ആയി പോകുന്നത്. അതാ അക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്. 24 വയസ്സുകാരനാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ രശ്മിക്ക് എത്രയായിരുന്നു? 21. അപ്പം ഇത് ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായല്ലോ. മനസ്സിലാക്കിയപ്പോ എന്തായിരുന്നു ഒരു ടെൻഷൻ? അല്ല, അന്ന് അഭിലാഷിന്റെ കൂട്ടുകാരൻ്റെ അമ്മ തുണച്ചാരി താഴ്ത്തോട്ടിരുന്ന് ഞാനത് സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിച്ചിട്ട് നിന്ന് ഓർത്തിരുന്നു. ഇത്ര ഉള്ളൊരു പാവാട് ടീഷർട്ടിന്റെ വന്നേക്കണ ജീവിതം തുടങ്ങാനായിട്ട്. കുഞ്ഞായിരുന്നു അന്നേരം. ഇപ്പം വലുതായിട്ടൊന്നുമില്ല. ഈ പല്ല് തന്നെ പുതിയ പിള്ളേരുടെ വല്ല. അതും കൂടി അമ്മ ഉണ്ട്. അമ്മ സ്കൂൾ കൊച്ചിനെ വിളിച്ചിട്ടുണ്ടെന്നാണ് ഓർത്തത്. 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. ഞാനാണെങ്കിൽ കൊടിമരം പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പം അന്നും പക്വത കാര്യത്തിൽ ഇയാൾ തന്നെയായിരുന്നു എൻ്റെ ബെറ്റർ. ഞാൻ കട്ട തോൽവിയായിരുന്നു അന്നേരം. അയ്യോ, എന്നെ കൊണ്ട് മേട് സഹിച്ചേക്കണത്. ഞാനിങ്ങനെ നടക്കും. രാവിലെ ഒരു വണ്ടിക്കാരൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകും, ഉച്ചക്ക് ഒരു വണ്ടിക്കാരൻ കൊണ്ട് നടക്കും, ഭക്ഷണം കഴിക്കും, തിരിച്ചു അടുത്ത വണ്ടി വരും, കയറി പോകും, രാത്രി 12 മണി 1 മണിക്ക് തിരിച്ചു വരും. ഡെയിലി ഇങ്ങനെ തന്നെ. അന്നെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട് ഞാൻ പൈസ ഒന്നും കൊടുക്കൂല. അവിടെ ബാക്കി ചേട്ടന്മാർ ജോലിക്ക് പോകുന്ന കാശ് കൊണ്ടാണ് ഞാൻ രശ്മിയും കഴിയുന്നത്. എനിക്ക് ഒരു നാണമില്ലാണ്ട് പോയി തിന്ന് പോകുക. പക്ഷെ അതുപോലെ പറ്റില്ല. എന്ത് ചെയ്യുന്നത്, എവിടെ നിന്ന് കിട്ടണമെന്നൊന്നും ഞാൻ അന്വേഷിക്കൂല. ഞാനിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ മാനസികാവസ്ഥ ഞാൻ ചിന്തിക്കുകയൊന്നുമില്ല. ഭർത്താവ് ഒന്നും കൊടുക്കണമല്ല, 3 നേരം പോയിരുന്നു കഴിക്കണം. മറ്റേ ചേച്ചിമാരെ കണ്ട് കൂട്ടുകുടുംബം പോലെയല്ലേ. എന്നിട്ട് എൻ്റെ അമ്മ പൈസ കൊണ്ടുവന്ന് വൈഫിൻ്റെ കൊടുക്കും, അവരൊക്കെ തരുമ്പോൾ നീ എന്താണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിതൊന്നും ചിന്തിക്കുകയൊന്നുമില്ല. അങ്ങനെ രാത്രിയാകുമ്പോൾ വരുമ്പോൾ ഒരു പേടിയാണ്. എപ്പോഴാണ് വന്നത്, ഹാർട്ട് ബീറ്റ് ഭയങ്കര, കാരണം ഏത് ലെവലിലാണ് വന്നതെന്നും അറിയില്ല. വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വഴക്ക് പറയുമല്ലോ, അതിന് പകരം ഞാൻ അങ്ങോട്ട് വഴക്ക് പറയും. വഴക്ക് പറഞ്ഞെങ്കിൽ രാത്രി മൊത്തം വഴക്ക് പറഞ്ഞ് താഴ്ത്തൊക്കെയായിരിക്കും കിടക്കണത്. ഞാൻ അവിടെ കിടന്ന് കുറുക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്യുമ്പോൾ കട്ടിലേൽ. നെക്സ്റ്റ് കട്ട് കാണിക്കുന്നത് രശ്മി കട്ടിലേലിരിക്കണം, ഞാൻ കാലും പിടിച്ച് താഴ്ത്തിരിക്കുന്നുണ്ട്. രാവിലെ താഴാ ദൈവത്തെ ഓർത്ത് ഞാൻ വിചാരിക്കുന്നത് ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി, എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ടും മിടുക്കനായിട്ട് അവിടുത്തെ പണിയും കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി കൂടെ നിൽക്കും. എന്താ അലക്കണടുത്തൊക്കെ പോയിരുന്നു ഭയങ്കര വർത്തമാനമൊക്കെ ആയിരിക്കും. അമ്മയുടെ അടുത്തും തമാശയൊക്കെ പറയും. സന്ധ്യ ആകുമ്പോൾ കുളിച്ച് മുടിയൊക്കെ ചെയ്യിക്കുമ്പോൾ 2 കൂട്ടുകാർ വരും, നേരെ പോവും. പിന്നെ 12:30. അപ്പോൾ വീണ്ടും ക്യാരക്ടർ മാറി. ഇത് തന്നെ 1 വർഷം ആ മുറിക്കകത്ത് ഞാൻ എന്താ വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഒരാളെ അറിയിച്ചിട്ടില്ല. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടിത്തെറിച്ചു. അതൊരു പ്രളയം വരുന്നത്. അന്നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. കാരണം ഇവിടുത്തെ ബട്ടൺസ് ഇവിടെ ഇട്ടിട്ടൊക്കെ ഞാൻ വന്നേക്കണത്. പക്ഷെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. എന്നെ വഴക്ക് പറയാൻ മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. പുള്ളിക്ക് കല്യാണം കഴിഞ്ഞപ്പോ വലിയ ആളായി എന്നുള്ളൊരു ഇതായിപ്പോയി, ഭർത്താവായി പോയി. ആ ഒരു ലെവലിലേക്കൊക്കെ ചിന്തിച്ചപ്പോ ഭർത്താക്കന്മാര് രാത്രി മാത്രമേ ഗൗരവമുള്ളൂ. ഒരു നാണമില്ല. പക്ഷെ ആ ഒരു ദിവസം ഞാൻ റോട്ടിൽ ഞാനും ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിന് വന്ന് ഇറങ്ങണം. അപ്പോഴും ഇയാളുടെ കമ്മലൂർ പണയം വെച്ചിട്ട് വന്നേക്കണേ ഞാൻ, അല്ലേ. എന്നിട്ട് ബൈക്കിന് വരുമ്പോൾ ബൈക്കിന് നിർത്തിയപ്പോഴത്തേക്ക് ഓടിക്കണോണ്ട് അപ്പുറത്തേക്കണോണ്ട് ഒറ്റ അടിയം കൊടുത്ത് കൂട്ടുകാരൻ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ 2 കൂടെ ബൈക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു തല്ലിയില്ല, ഞാൻ വർത്താനം പറയില്ല, അവിടെ അടിക്കുള്ളൂ. ഞാനും കൈയുടെ ഒറ്റ അടിയാണ് കൊണ്ട് കൊടുത്ത്. അങ്ങനെ അടിയായി റോഡ് മൊത്തം അടി, 1/2 കിലോമീറ്റർ അടിയാണ് കൂട്ടുകാർ തമ്മിൽ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നീ കാരണം സാജു
അവസാനം തല്ലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഞാൻ സാജുവിന് തുറന്നു കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയന്മാരോടെ കേട്ടുകയും അവന്മാരെടുത്തിട്ട് ഇവനിട്ട് ഇടിച്ച് അങ്ങനെ ടോട്ടലി ഇടി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അനിയൻ പറഞ്ഞ ബട്ടൺ സ്വർണ്ണ വിടാ അവിടെ സ്വർണ്ണ വിടാ. അപ്പോൾ അനിയൻ ഇടയ്ക്ക് എന്നെ ചീത്ത പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല വിട്ടോളണമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ പോകും ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പോഴും പാവോട്ടോ രാവിലെ അയക്കുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുമ്പോൾ രണ്ടുപേരും കൂടി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുക. ബസ് കാശ് ആരെങ്കിലും ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഞങ്ങൾ നടക്കാവിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ലിമിറ്റഡ് കയറി പോകുന്നുള്ളൂ. അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഇറങ്ങി വന്ന് പോരുമ്പോൾ തലേദിവസം ഞാൻ തല്ലിയവനില്ലേ അവൻ അപ്പുറത്ത് നിൽക്കേ ഇങ്ങനെ നിൽക്കേ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടി നടന്നാൽ മാറിക്കളഞ്ഞോളോട്ടാ പെണ്ണിട്ട് ഇടിയിട്ട് എനിക്കിട്ടും കിട്ടും എന്നെ പിടിച്ച് എനിക്കിട്ട് ഇടിയിട്ടുമെന്ന് പറഞ്ഞു. അടുത്തോട്ട് വന്ന് ഞാൻ എന്തിടാന്ന് ചോദിച്ചു. എന്നെ അടിയെന്നല്ല അടിച്ചത് അമ്മ കടലക്കറി ഉണ്ടാക്കിയിട്ട് തിന്നാൻ പറ്റുള്ളൂ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് നമ്മൾ കാരണം മറ്റവൻ ഫോൺ തല്ലി പൊട്ടിച്ച് വീട്ടിൽ കിടന്ന് കരച്ചിലായിരുന്നു ഒരു കൂട്ടുകാരൻ. എൻ്റെ കൂട്ടുകാർ തമ്മിൽ തല്ലി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ സമാധാനിപ്പിച്ചിട്ട് പോന്നിട്ട് പിന്നെ ഞാൻ അവിടെ 2 ദിവസം അടുപ്പിച്ച് 3 ദിവസം നിന്നിട്ടില്ല. ഒറ്റയ്ക്ക് താമസിക്കാണ്ട് വീട് വാടക എടുത്ത് ഞങ്ങൾ താമസം തുടങ്ങി. 3000 രൂപ കൊണ്ട് വീട് വാടക എടുത്ത് 600 രൂപയാണ് വാടക അന്നത്തെ. 3 മാസം വാടക കൊടുത്ത് 1800. ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ ഒരു ബക്കറ്റ്, ഒരു കപ്പ്, ഒരു പായ, 2 തലയണ അത് മേടിച്ചിട്ടാണ് ഞങ്ങൾ ലൈഫ് തുടങ്ങണത്. അന്ന് തൊട്ട് ഞാൻ ക്യാരക്ടർ ആവാൻ തുടങ്ങി, ആളാവാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ പോലും കാണിച്ചിട്ടില്ല. എന്നെ ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും ഞാൻ അല്ല വഴക്ക് പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞു തന്നെ തൊണ്ടല്ലേ വെള്ളം വെച്ചിട്ടുണ്ടാ ഞാൻ ഒന്നും കിട്ടൂല എന്ന് പറയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. അത് തൊട്ട് ഞാനിങ്ങനെ കയറി പിന്നെ കരയാനോ അല്ലെങ്കിൽ തല്ലു പിടിക്കാനോ ഒന്നും അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കണക്കൊന്നും അറിയില്ല ഉണ്ടാക്കാനുണ്ടും വാരി വലിച്ചിട്ടുണ്ടാക്കും രണ്ടും കൂടി. 2 പേർക്ക് തന്നെ ഇച്ചിരി മതി. പക്ഷേ ഉണ്ടാക്കി സംഭവം മൊത്തം വെച്ചിട്ട് 3 ദിവസം കഴിച്ചാലും 4 ദിവസം കഴിച്ചാലും തീരാതായി. ആദ്യമൊക്കെ ഹോട്ടലിൽ നിന്ന് ചോറ് മേടിച്ചു, പൊതിച്ചോറ് മേടിച്ചു, ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ രണ്ടുപേരും കൂടെ കഴിക്കും. പിന്നെ 2 പൊതിച്ചോറ് ആദ്യം മേടിച്ച് പിന്നെ 1 പൊതിച്ചോറായി, പിന്നെ ബ്രെഡായി, പഴമായി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നുമില്ല, ഇങ്ങനെ ഇരിപ്പായി. പിന്നെയാണ് അപ്പോൾ പരിപാടി കിട്ടണമെങ്കിലും വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിലൊന്നും കളിക്കുന്നത്. അങ്ങനെയാണ് അവിടെ താമസിക്കുമ്പോഴാണ് പ്രശാന്ത് കാഞ്ഞിരപ്പറ്റം വന്ന് വിളിക്കുന്നത്. മനോജ് ഇന്നസ് ട്രൂപ്പ് തുടങ്ങുമ്പോൾ അതിലേക്ക് വാങ്ങുന്നുണ്ട്. പിന്നീട് സ്വന്തം ട്രൂപ്പിലേക്ക് എത്തുന്നുണ്ടല്ലോ, അപ്പോൾ അഭിമാനമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതായത് സ്വന്തം ട്രൂപ്പ് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ജീവിതമൊക്കെ തുടങ്ങി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതാ ആസ്വദിച്ചിരുന്നത്? ഈ പഴയകാലം പറയുമ്പോൾ ഇപ്പോൾ രസമാണെങ്കിലും അന്ന് അനുഭവിച്ചപ്പോൾ സുഖമുള്ള പരിപാടി അല്ലല്ലോ. ഇല്ല, ശരിക്കും പറഞ്ഞാൽ അത് പൊട്ടത്തിയായിരുന്നു. ഏതാ നല്ലത് ഏതാ ചീത്തയെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇപ്പൊ എന്താന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു പൊട്ടത്തരത്തിന് കുറച്ച് അത്രയുള്ള അതിന് വലിയ മാറ്റം. അല്ല മാറ്റം എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമ നമ്മൾ ആ പ്രോഗ്രാം ചെയ്യില്ലേ, അതായിരുന്നു ഞങ്ങളുടെ മാറ്റം നടന്നത്.